ഒമാൻ കടലിൽ 2 ദിവസങ്ങളിലായി 2 എണ്ണക്കപ്പലുകൾക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ 3 പേരുടെ മരണം സ്ഥിരീകരിച്ച് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ്. ഒരാൾക്ക് പരിക്കുള്ളതായും DG ഷിപ്പിംഗ് അറിയിച്ചു. ഇതിൽ ഒരാളുടെ മരണം തിങ്കളാഴ്ച തന്നെ ഒമാൻ ന്യൂസ് ഏജൻസിയും ഒമാനിലെ ഇന്ത്യൻ എംബസിയും സ്ഥിരീകരിച്ചിരുന്നു. ഞായറാഴ്ച മുസന്തം ഖസബ് തീരത്തുനിന്ന് 5 നോട്ടിക്കൽ മൈൽ അകലെ ഹോർമുസ് കടലിടുക്കിന് സമീപം പലാവു എന്ന ദ്വീപ് രാഷ്ട്രത്തിന്റെ സ്കൈലൈറ്റ് എന്ന എണ്ണക്കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. ഇതിലാണ് 2 ഇന്ത്യൻ പൗരന്മാർ കൊല്ലപ്പെട്ടത്. തിങ്കളാഴ്ച മസ്കത്ത് തീരത്തിന് 52 നോട്ടിക്കൽ മൈൽ അകലെ മാർഷൽ ദ്വീപിന്റെ എണ്ണക്കപ്പലായ MKD വ്യോമിനു നേരെ നടന്ന ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ പൗരനും കൊല്ലപ്പെട്ടിരുന്നു. സ്കൈലൈറ്റ് കപ്പലിനു നേരെ നടന്ന ആക്രമണത്തിൽ 4 ജീവനക്കാർക്കാണ് പരിക്കേറ്റത്. 15 ഇന്ത്യക്കാരും 5 ഇറാനികളും ഉൾപ്പെടെ 20 ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. മറ്റുള്ളവരെ ഒമാൻ മാരിടൈം സെക്യൂരിറ്റി സെന്റർ രക്ഷപ്പെടുത്തി. കാണാതായ ജീവനക്കാരെ കണ്ടെത്തുന്നതിനായി ഒമാനിൽ തിരച്ചിൽ തുടരുന്നതായി ഇന്ത്യൻ എംബസി തിങ്കളാഴ്ച അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ചൊവ്വാഴ്ച ഇന്ത്യയുടെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗിന്റെ സ്ഥിരീകരണം വരുന്നത്. ഗൾഫ് മാധ്യമം, മസ്കത്ത്.